റീസെന്റ് ഞാനൊരു ഫോണിന്റെ റിവ്യൂ ചെയ്തപ്പോൾ കുറെ പേര് വന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചതാണ്, ചേട്ടാ S24 Ultra 2025 ഈ ഒരു സമയത്ത് എടുക്കുന്നതിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം. പുള്ളിക്കാരന് S25 Ultrയും വേണ്ട, S24 Ultra പെർട്ടിക്കുലർലി എന്തൊക്കെ ആവശ്യങ്ങൾ കൊണ്ടും കുറെ ഓഫേഴ്സ് ഒക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് S24 Ultra എൻ്റെ ഒരു ഫേവറേറ്റ് സ്മാർട്ട് ഫോണാണ്. കാരണം S22 Ultra മുതലാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം S23 Ultra വന്നു, അതിനുശേഷം S24 Ultra വന്നു. S25 Ultra ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ S24 Ultrയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഫിസിക്കലി ഉള്ള കാര്യം വളരെ എടുത്തു തന്നെ പറയണം. ബിക്കോസ് ഈ ഡിസൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ ഫോണിൻ്റെയും ഡിസൈൻ എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നപ്പോഴാണെന്ന് അറിയാമോ, ഇതിൻ്റെ എല്ലാം ബി റോൾ എടുക്കുമ്പോൾ. ലാസ്റ്റ് ടൈം പല ഫോണുകളും ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബി റോൾ എടുക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ എന്തിനാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ S24 Ultra ബി റോൾ എടുക്കാൻ ഒരു വേറെ ഫീലാണ്. കാരണം ബാക്കിൽ നല്ല റിഫ്ലക്ഷൻസും കാര്യങ്ങളൊന്നും വരില്ല. ആ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നും. കയ്യിലെടുക്കുന്ന സമയത്ത് ഭയങ്കര സോളിഡായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് മൊത്തത്തിൽ ആ ഫോൺ കാണപ്പോഴും ആ ഫോൺ കയ്യിലിരുന്ന് കഴിഞ്ഞാലും ഭയങ്കര പ്രീമിയം ഫീലാണ്. ലാലേട്ടൻ കയ്യിൽ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടില്ലേ? ലാലേട്ടൻ S24 ഒക്കെ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ അത് ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നു. അത് കയ്യിൽ ഇരിക്കുന്ന കാണാൻ ഒരു ചന്തമാണ്. ആ ക്യാമറ സിസ്റ്റം മൊത്തം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും ലിറ്റിൽ മാറ്റ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് റിഫ്ലക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ. മാറ്റ് സർഫസും സാംസങ്ങിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങും സെക്സി ഡിവൈസ് തന്നെ. സാംസങ് S24 Ultrയ്ക്കകത്ത് ടൈറ്റാനിയം ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബോഡിക്കകത്ത് ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, എന്നാൽ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. സാംസങ് എന്ന ബ്രാൻഡിനോട് എനിക്ക് ഏറ്റവും വലിയ റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് ദ എമൗണ്ട് ഓഫ് ഫീച്ചേഴ്സ് ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ S24 Ultra എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉണ്ട്. ഞാൻ ഒരു ഡെയിലി ബേസിസിൽ ഇഷ്ടംപോലെ അബ്രോഡ് ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില ക്ലയൻസിന് ഇംഗ്ലീഷ് തീരെ അറിയുന്നുണ്ടാവില്ല. ആ സമയത്തൊക്കെ പൊതുവെ ചാറ്റിലാണ് ഞാൻ സംസാരിക്കാറ്. എന്നാൽ S24 Ultra ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫോട്ടോ എഡിറ്റിംഗ്, നമുക്കൊരു ഒബ്ജക്റ്റിനെ നീക്കാൻ പറ്റും, ഒരു ഒബ്ജക്റ്റിനെ മാറ്റി കളയാൻ പറ്റും. ഇങ്ങനെയുള്ള എക്സ്ട്രാ ആഡ് ഓൺ ഫീച്ചേഴ്സ്, അതായത് AI ഉപയോഗിച്ചിട്ട് AIനെ മൊത്തത്തിൽ മാക്സിമൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് സാംസങ് ആണെന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു ഫോട്ടോയ്ക്കകത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മൊത്തം നമുക്കിങ്ങനെ മാറ്റി കളയാൻ പറ്റും. അതുപോലെ തന്നെ വിയേർഡ് ആയിട്ടൊന്നും മാറ്റി കളഞ്ഞാൽ തോന്നത്തില്ല. ബ്ലറി ആയിട്ടുള്ള സാധനങ്ങളെ വീണ്ടും ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ഹാൻഡി ഫീച്ചേഴ്സ്. പിന്നെ ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഈ സർക്കിൾ ടു സെർച്ച് ഉണ്ടല്ലോ. അത് ആക്ച്വലി ഞാൻ സർക്കിൾ ടു സെർച്ച് വേറെ എൻ്റെ കുറേ ഡിവൈസുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ S24 നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ആവട്ടെ എന്തോ ആവട്ടെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സർക്കിൾ ചെയ്താൽ മതി. സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് സാംസങ് എടുത്ത് തരും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒരു ഫോണിന് ഭയങ്കരമായിട്ട് ഹൈപ്പപ്പ് ചെയ്ത് പറയുമല്ല. ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ഒരു ഡെയിലി യൂസറിന് അല്ലെങ്കിൽ ഒരു റെഗുലർ യൂസറിന് ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിനെ ഈസി ആക്കുന്ന സാധനങ്ങളാണ്. മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള കാര്യം ക്യാമറ, പറയാതിരിക്കേണ്ട കാര്യമില്ല. സാംസങ് ഗാലക്സി S24 Ultrയ്ക്കകത്ത് 200 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് വരുന്നത്. ഇത് നമ്മൾ 200 എന്ന് എഴുതി വെക്കും പോലെയല്ല, ഒരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് എൻഡ്ലെസ് ആയിട്ടുള്ള സൂം കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ പല വീഡിയോസിൽ ഈ ചന്ദ്രനെയും സൂര്യനെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്? ആ ലെവലിലുള്ള സൂം കിട്ടും. ലോ ലൈറ്റ് പെർഫോമൻസ് ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. ഈവൻ പല ഫോണുകളും ലോ ലൈറ്റ് പെർഫോമൻസ് തരുമെന്ന് പറഞ്ഞാലും നമുക്ക് ആക്ച്വലി കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ സ്നാപ്പുകൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ ടോപ്പ് നോച്ച് സ്റ്റെബിലൈസേഷൻ. ഇത് ഞാൻ ഇപ്പോഴല്ല പറയുന്നത്. S24 Ultra ഇറങ്ങിയ സമയത്തും ആ ഫോൺ ഇപ്പോഴും എന്തുകൊണ്ട് പല ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെയും കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കാൻ. സ്റ്റെബിലൈസേഷനും ഭയങ്കര മാസീവായിട്ട് കിട്ടും. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ നമ്മുടെ S24 Ultrയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് നമ്മളൊരു പോൾ ഇട്ട സമയത്ത് ഒരു പോള് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞതാണ് ഒരു ഫോണിൽ അവർ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് പെർഫോമൻസ് ആണെന്നുള്ളത്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം ഒരു പോയിന്റിൽ ഞാൻ ഇതേപോലെ ഒരു പോള് 2 വർഷം മുന്നേ ഇട്ടപ്പോൾ ക്യാമറയാണെന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഓഫ് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് ക്യാമറ മാറി ഇന്ന് അത് പെർഫോമൻസ് ആയി. പെർഫോമൻസിൽ നോക്കുന്ന സമയത്ത് S24 Ultrയ്ക്കകത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത്. ക്രൈസി ചിപ്പ്, പറയാതിരിക്കാൻ വയ്യ, അന്യായ ചിപ്സെറ്റാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ബാറ്ററി ബാക്കപ്പ് അടിപൊളിയായിട്ട് കിട്ടും. അതുമാത്രമല്ല നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ അത്യാവശ്യം ഗെയിമിങ്, അതുപോലെ തന്നെ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ 5G ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5G വർക്കാവാൻ 5G നെറ്റ്വർക്ക് വർക്കാവാൻ കുറച്ചുകൂടി 4Gയെക്കാളും ബാറ്ററി ചാർജ് കൂടുതൽ എടുക്കും. അത് ഞാൻ ഇതിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്.
അപ്പോൾ ഈവൻ ദോ നിങ്ങൾ 5G നെറ്റ്വർക്കിൽ ഗെയിമിങ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഫോൺ ഡ്രൈ ഔട്ട് ആവാതെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാം സേഫായിട്ട്. ഇത് ടെക്നിക്കലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോണില്ല. പിന്നെ S Pen അഡീഷണൽ ഫീച്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് S Penൽ നോട്ട് എഴുതാനും. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യൂല. എനിക്കെപ്പോഴും എഴുതുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ അകത്ത് സാംസങ് വേപ്പർ ചേമ്പർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട് ഒബ്വിയസ്ലി. അതുപോലെ തന്നെ ഗെയിമേഴ്സ് ആയിട്ടുള്ളവരും വീഡിയോ എഡിറ്റേഴ്സ് ഇപ്പോൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടാണ് നിങ്ങളൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വന്ന് എടുക്കാം. ആൻഡ് പല ഗെയിമുകളും ബീറ്റ സ്റ്റേജ് ആയാൽ പോലും ഏതൊരു സ്റ്റേജിലിരിക്കുന്ന ഗെയിമുകളായാലും നമുക്ക് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നൊന്നുമില്ല, ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് വലിയൊരു സ്ക്രീന് കിട്ടും. ആ സ്ക്രീന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യവും ഞാൻ പറയും. കാരണം 6.8 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ, ഭയങ്കര കളർ റീപ്രൊഡക്ഷനുള്ള ഒരു കിടിലൻ ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഗെയിം കളിക്കാനായാലും ഇനി വീഡിയോസ് കാണാനായാലും നെറ്റ്ഫ്ലിക്സ് എൻജോയ് ചെയ്യാനായാലും എല്ലാം കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ. ആൻഡ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആസ്പെക്ട് റേഷ്യോയും അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിൾസും ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഞാൻ ഉള്ളത് പറയാലോ, ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണിനെയും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്. ഈവൻ സാംസങ്ങിൻ്റെ തന്നെ അല്ലെങ്കിൽ S24ൻ്റെ തന്നെ അപ്ഗ്രേഡഡ് പല വേർഷൻസിൻ്റെ അകത്തും ഇല്ലാത്ത തരത്തിലുള്ള സ്പെസിഫിക് കിടിലം വ്യൂയിങ് ആംഗിൾസ് ആണ്. ഇതൊക്കെ മാറ്റർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാറ്റർ ചെയ്യും. നമുക്ക് ചില സമയത്ത് ഇപ്പോൾ 2 പേര് ഒരുമിച്ചിരുന്ന ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്ക്രീനിനെ പാർട്ടീഷൻ ചെയ്തായിരിക്കും. നമ്മളിപ്പോൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒരുമിച്ചിരുന്ന് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നടുക്ക് പിടിക്കും. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ആൾക്കും കാണാൻ പറ്റണം, നല്ല വൃത്തിക്ക് എനിക്കും കാണാൻ പറ്റണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരുന്ന കുട്ടി കുട്ടി സാധനങ്ങളാണ്. അപ്പോഴല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ വെർത്താണോ വെർത്തല്ലേ എന്ന്. S24 Ultra ഇപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. പല ആളുകളുടെയും പല നീഡുകളും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ഉണ്ട്, എല്ലാ രീതിയിലും അടിപൊളിയാണ്. ഡിസൈൻ വൈസ് അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ആർക്ക് S24 Ultra ഡിസൈൻ ഇഷ്ടമല്ലാത്ത? പെർഫോമൻസ് വൈസ് കിടിലം, ക്യാമറ വൈസ് കിടിലം, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് വൈസ് കിടിലം, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സ് AI ഫീച്ചേഴ്സും എക്സ്ട്രീം കിടിലം, വേറെ ലെവൽ. നിങ്ങൾ S24 ഉപയോഗിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ അകത്തുള്ള വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് ചുമ്മാ കമാൻഡ് മാത്രമല്ല, നമുക്കൊരു ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉള്ളതുപോലെ നമുക്ക് കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക, മെസ്സേജുകൾ വായിക്കുക, അതുപോലെ തന്നെ ഗാലറി ക്ലീനപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും, പ്രോപ്പർലി ഫോൺ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എൻഡിലേക്കൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വെൽ സോർട്ടഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട്, വിച്ച് ഈസ് വെരി നൈസ് ആൻഡ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫോൺ if you are spending this much money. So finally, S24 Ultra in 2025, definitely yes. നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോ ഓഫ് അല്ല വേണ്ടത്. നിങ്ങളുടെ ഫോൺ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ളതും എക്സ്ട്രീംലി ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ആരും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല, വേറെ ഒരിടത്ത് ഒപ്പീനിയൻ എടുക്കേണ്ട കാര്യമില്ല. ഐ എം ടെല്ലിങ് യു, നിങ്ങൾ S24 Ultra മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉള്ളതായിട്ടോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതായിട്ടോ തോന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇഫ് നിങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ബട്ട് ഇഫ് യു ആർ സമ്മൺ ഹു ഈസ് പ്ലാനിങ് ടു അപ്ഗ്രേഡ് യുവർ ഫോൺ, എൻ്റെ റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അപ്ഗ്രേഡ് ടു S24 Ultra. പൈസ വസൂലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.